പാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ് ചിരിക്കാറില്ല ചിരിച്ചാൽ. ഈ പാട്ട് മൂളാത്ത മലയാളി ഉണ്ടാകുമോ? അത്രയ്ക്ക് മലയാളത്തിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഈ ഗാനം. എന്നാൽ ഇതെഴുതിയ ദേവദാസ് എന്ന കവിയെ എത്ര പേരറിയും? പേനയെടുക്കുന്നവരൊക്കെ വെളിച്ചപ്പാടുമാരായി ഉറഞ്ഞുതുള്ളുന്ന ഇക്കാലത്ത് ദേവദാസിന്റെ മൗനം കവിത പോലെ തന്നെയാണ്. എത്ര മനോഹരവും ആഴവുമുള്ളതാണ് ഈ വരികൾ. കവിത ജനം നെഞ്ചിലേറ്റുകയും കവി വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്ന പ്രതിഭാസം ഇവിടെയും ആവർത്തിച്ചുവെന്ന് പറയാം. 1979 മലയാള സിനിമാ ഗാനരചനയുടെ മേഖലയിലേക്ക് കടന്നുവരികയും ഒട്ടനവധി നല്ല വരികൾ മലയാളത്തിന് നൽകുകയും ചെയ്ത ദേവദാസ് കുറെ കാലമായി മൗനത്തിലാണ്. അതിന്റെ കാരണം കവിക്കറിയില്ല. പ്രത്യേകിച്ച് തന്നെ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എന്തോ എല്ലാവർക്കും ധൃതിയാണ്, നമ്മളാരുടെയും പുറകെ അങ്ങനെ പോകാത്തതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ പറ്റും. അപ്പോൾ എൻ്റെ പറയുന്ന തൊട്ട് തടിയുടെ വളവും ആശാരിയുടെ ഞെളിവും ഉണ്ടെന്ന് പറയുന്ന തൊട്ട് എൻ്റെ കുറ്റവും കാണുമായിരിക്കാം ചിലപ്പോൾ. ഇങ്ങനെയുള്ള നമ്മൾ കുറച്ചും കൂടെ ഒക്കെ സജീവമായിരുന്നെങ്കിൽ പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി എന്ന് വെച്ചാൽ കാലം ഒരു പ്രത്യേക ഘടകമാണ്. ദേവരാജൻ മാസ്റ്റർ, അർജുനൻ മാസ്റ്റർ, ജോൺസൺ, രവീന്ദ്രൻ, ദേവദാസിന്റെ ഗീതങ്ങൾക്ക് സംഗീതം പകർന്ന പ്രമുഖരുടെ നിര വളരെ വലുതാണ്. യേശുദാസും ജയചന്ദ്രനും ജാനകി അമ്മയുമൊക്കെ ദേവദാസിന്റെ വരികൾക്ക് ജീവൻ കൊടുത്തു. അമ്മ മഴക്കാറിന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആദ്യം മുതലേ ഞങ്ങൾ തമ്മിൽ അറിയാം. ഇപ്പം ചില പാട്ടുകളെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പാട്ടുകൾ എഴുതുന്നവരെല്ലാവരും നല്ല ഇത് തന്നെ. പിന്നെ ചില പാട്ടുകളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നു, ചിലത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. പത്മരാജനും അശോകനുമെല്ലാം ജന്മം കൊടുത്ത ഹരിപ്പാട്ട് ചിങ്ങോലിയാണ് ദേവദാസിന്റെ നാട്. ഗാനങ്ങളുടെ ലോകത്തേക്ക് മടങ്ങി വരാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കവി. ഇനി ഒരു തിരിച്ചുവരവ് വരും. എനിക്ക് ഇനിയും ഒരു പിടി നല്ല ഗാനങ്ങൾ, എനിക്ക് കാട്ടുകുറിഞ്ഞി പോലെ, കന്നിപ്പൂമാനം പോലെ, മാൻമിഴിയാൽ മനം കവർന്ന പോലെ ഒക്കെയുള്ള കുറച്ച് നല്ല ഗാനങ്ങൾ എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഏറെ താമസിക്കാതെ അതിനുള്ള അവസരങ്ങൾ എനിക്കുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. 10 കവിത തികച്ചില്ലെങ്കിലും അത് പുസ്തകമാക്കാൻ ഏവരും തിരക്കിടുന്ന ഈ കാലത്ത് ഈ കവിയുടെ ഒരു പുസ്തകം പോലും ഇറങ്ങിയിട്ടില്ല. പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഈയിടെ ബാലേന്ദ്രമേനോൻ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ദാസിൻ്റെ കവിതകളും ഗാനങ്ങളും എല്ലാം കൂടി ഒരു പുസ്തകമാണ്. ഇപ്പം ഏറെ താമസിക്കാതെ തന്നെ ഉണർവ് പബ്ലിക്കേഷൻ അത് പുസ്തകമാക്കുന്നുണ്ട്. അതിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുടൻ തന്നെ ഇറങ്ങും. ദേവദാസിനെ മലയാളം സിനിമ മറന്നു എന്നേയുള്ളൂ. അദ്ദേഹത്തിന്റെ പാട്ടുകളെ നെഞ്ചിലേറ്റുന്ന നിരവധി ആരാധകർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഈ രംഗത്ത് സജീവമായിട്ട് വരണം. അതിനുള്ള പ്രോത്സാഹനം തീർച്ചയായിട്ടും ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ദേവദാസിനെ മറന്നവർ ഈ റിപ്പോർട്ട് ശ്രദ്ധിക്കണം. ഇയാളുടെ വരികൾ ഉപേക്ഷിക്കപ്പെട്ടാൽ നഷ്ടം ദേവദാസിനല്ല, മലയാളത്തിനാണ്. മൗനം മൗനത്തിൽ വീണുടഞ്ഞു, മഴമുകിലോ പെയ്തിറങ്ങി, മണ്ണു കുളിർന്നു മനസ്സ് കുളിർന്നു.